ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. എന്തെന്ന് വെച്ചാൽ, എംപ്ലോയ്മെൻറ്റിൽ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്നൊരു സർക്കാർ തീരുമാനം വന്നിട്ടുണ്ട്. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ സമയത്ത് പുതുക്കാൻ കഴിയാതെ പോയവർക്ക് ഈ ഒരു തീരുമാനം വലിയ രീതിയിൽ ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം നമുക്ക് നഷ്ടപ്പെട്ട സീനിയോറിറ്റി വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റും. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൽ 10/94 മുതൽ 10/2025 വരെ പുതുക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവിധ കാരണങ്ങളാൽ റദ്ദായ രജിസ്ട്രേഷനുകൾ ഈ ഹോം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി 30/4/2026 വരെ പുതുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് താഴോട്ട് പോയാൽ കാണാൻ പറ്റും ഒരു സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ ജോബ് സീക്കർ സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറഞ്ഞിട്ടൊരു പേജിലേക്കാണ് നമ്മൾ എത്തുക. ഇവിടെ നമ്മൾ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാൻ മലപ്പുറത്താണെങ്കിൽ നമ്മൾ മലപ്പുറം ചൂസ് ചെയ്യുക. ആസ് വെൽ ആസ് നമ്മൾ എവിടെയാണോ നമ്മളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെത് വരുന്നത് അവിടെ ഉണ്ടായിരിക്കും. തിരൂരങ്ങാടിയാണ് ഉൾപ്പെടുക. തിരൂരങ്ങാടി, ലോക്കൽ ബോഡി, വാർഡ്, പിന്നെ നമ്മളെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ക്യാപ്ച കോഡ്. അങ്ങനെ നമ്മളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫർദർ പ്രോസസ്സിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മളിത് പുതുക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ആർക്കൊക്കെയാണോ ഇതിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടത് അവരൊക്കെ ഇത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ സീനിയോറിറ്റി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു അവസരമാണിത്. ഇതുപോലൊരു അവസരം ഇനി കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണോ അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടത് അവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സീനിയോറിറ്റി വീണ്ടും പുതുക്കുക. അതുപോലെ തന്നെ ഈ കാലയളവിൽ, അതായത് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ 2026 ഏപ്രിൽ 30-നുള്ളിൽ രജിസ്ട്രേഷൻ പുതുക്കിയാൽ നമ്മളുടെ നിലവിലുള്ള സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ സേവനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുക. അതായത് നമ്മൾ ഓൾറെഡി നമുക്കുള്ള സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അടുത്ത ജോബിന് കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. 2024 ഡിസംബർ 31 വരെയുള്ള ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം സർക്കാർ ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2025 ഡിസംബർ 31 വരെയുള്ള എല്ലാവരുടെയും, അതായത് സീനിയോറിറ്റി നഷ്ടപ്പെട്ട എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു ഉത്തരവിറക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പോയിട്ട് എംപ്ലോയ്മെൻറ്റിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടത് പുതുക്കിയെടുക്കുക, ജോലികൾക്കൊക്കെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റും.